പൊതുവായൊരു നോളജ് എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇതൊരു വലിയൊരു റൂമിൻ്റെ അത്ര പോകുന്നതായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഇലക്ട്രോണിക് സാധനങ്ങളും പണ്ടത്തെ വാൽവ് റേഡിയോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത്. ഇപ്പം അത് കമ്പ്യൂട്ടറിൻ്റെ ഫുൾ നെയിം അങ്ങനെയാണ്. പൊതുവായിട്ട് ഓപ്പറേറ്റിംഗ് മെഷീനാണ്. അതിൽ പല യൂസുകൾ ഉപയോഗിക്കാൻ ശാസ്ത്രീയമായ സയൻറ്റിഫിക് സ്റ്റഡികൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഉണ്ടെന്ന്. ഇപ്പം അത് കമ്പ്യൂട്ടർ ഇപ്പോൾ അത് ലാപ്ടോപ്പിൽ പോയി ഇപ്പം മൊബൈൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയി പോക്കറ്റിലുണ്ടാകും. CPU അതിൻ്റെ ഇതിനാണ് ഇങ്ങനൊരു ഉപകരണം എല്ലാവരും കണ്ടായിരിക്കും. CPU സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. ഇതാണ് സെൻട്രൽ പ്രോസസ്സിങ്. ഇതൊരു സപ്ലൈ കുത്തിയിലും ഇത് മോണിറ്ററിൻ്റെ സപ്ലൈ കുത്തിയിലും പിന്നെ ഒരു മൗസ് ഉണ്ടാവും, പിന്നെ ഒരു കീബോർഡ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും പൊതു അറിവിലേക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇതാണ്. ഇത്ര ടൈപ്പുകൾ: പേഴ്സണൽ നെറ്റ്വർക്ക്, ലോക്കൽ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ നെറ്റ്വർക്ക്, വാൻ. ലോകം മുഴുവനും ഇത് വ്യാപിച്ചു കൊടുക്കുകയുണ്ട്. ഇതൊക്കെ കൂടിയുള്ളതാണ് ഇത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതൊക്കെ കൂടിയതൊക്കെ ഓരോന്ന് ഓരോന്ന് കൂടിയിട്ടുള്ളതാണ് ഇത്. ലോകം മുഴുവനായിട്ട് നിൽക്കുന്നത് ഡീറ്റെയിൽസ് കാണിച്ചാൽ പൊതുവായിട്ട് അറിയാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. പിന്നെ കമ്പ്യൂട്ടർ പലതരത്തിലുള്ള കമ്പ്യൂട്ടറുകളുണ്ട്. ക്ലാസിഫിക്കേഷൻ വേർതിരിക്കുമ്പോൾ അനലോഗ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു മൂവിങ് ഇങ്ങനെ റീഡിങ് അങ്ങനത്തെ ആവശ്യം. കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടർ അതിങ്ങനെ ഇത് കൊണ്ടുവരുന്നത് ഡിജിറ്റൽ ടു കമ്പ്യൂട്ടർ. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കാണുന്ന അക്ഷരങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് ഹൈബ്രിഡ് അനലോഗും ഡിജിറ്റലും കൂടി. അനലോഗ് ഇതിങ്ങനെ ഡിജിറ്റലിങ്ങനെ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതി കാണിക്കുന്ന ടൈപ്പ്. അങ്ങനെ പലതരം മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, അങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടർ, അങ്ങനെ പലതരം കമ്പ്യൂട്ടറുണ്ട്. ജനറൽ കമ്പ്യൂട്ടർ അങ്ങനെ വേർതിരിച്ച് വരുമ്പോൾ സ്പെഷ്യൽ കമ്പ്യൂട്ടർ, അങ്ങനെ അത്തരം കമ്പ്യൂട്ടറുകൾ. അതിൻ്റെ നെറ്റ്വർക്കുകൾ വരുമ്പോൾ പേഴ്സണൽ അതൊരു എത്ര കിലോമീറ്റർ 0 to 10 മീറ്റർ വരെ അതിൻ്റെ റേഞ്ചുള്ള ഒരു വീട്ടിനുള്ളിൽ മാത്രമേ പ്രവർത്തിക്കുക ഈ സാധനങ്ങൾ. ഇത് കമ്പ്യൂട്ടർ അതിലിങ്ങനെ പെൻ ഡ്രൈവ്, വൈഫൈ, മൊബൈൽ ഫോണ്, ഇതേമാതിരി സ്പീക്കർ, ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് അതായത് 50 മീറ്റർ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അറിഞ്ഞൂടെ. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, അങ്ങനെ 10,000 സെൻറ്റിമീറ്റർ, അങ്ങനെ അത്ര ഡിസ്റ്റൻസാണ് കിട്ടുള്ളത് എൻ്റെ റേഞ്ചിൽ കൂടെ. ഇത് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതിപ്പോൾ ഈ റേഞ്ച് 150 മീറ്റർ. ഇത് 10 മീറ്റർ ആകുമ്പോൾ 150 മീറ്റർ. ഇത് ഒരു ഓഫീസിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഓഫീസുകളിലൊക്കെ ഇരുന്ന് അങ്ങനെ അതിൻ്റെ ഇത് ഓഫീസുകൾ കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായി. ബിൽഡിങ് ഓഫീസുകൾക്ക് ഉപയോഗിക്കുന്നത് സൈൻ വേവ്, സ്ക്വയർ വേവ് പലതരത്തിലുണ്ട്. 150 മീറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് റേഞ്ച് 50 കിലോമീറ്റർ. 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 1000 മീറ്റർ, അങ്ങനെ 50 കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസിൽ. ഇതൊക്കെ ഇങ്ങനെ ഓരോ സിസ്റ്റമുകൾ, സ്കൂള്, ഹോസ്പിറ്റല്, ഫാക്ടറി, കോളേജ്, അതിനെ കൂടിയിട്ട് അതിൻ്റെ നെറ്റ്വർക്കുകൾ കൂടിയത് എന്നാണ് അത്. സിറ്റികൾക്ക് ഉപയോഗിക്കുക സിറ്റികൾക്ക്. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേൾഡിലേക്ക് ലോകം മുഴുവനായിപ്പോൾ ഇത് വേണ്ട ഇപ്പോഴും തുടങ്ങി. ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും. ഇത് 10 മീറ്റർ 0 to 10 മീറ്റർ തൊട്ട് 150 മീറ്റർ ലാൻഡൊക്കെ 50 മീറ്റർ മെട്രോപൊളിറ്റൻ വേൾഡ് വാൻ
അപ്പം അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സംഗതിയായിട്ട് മുഴുവനും വ്യാപിച്ച് വയ്ക്കുക. അതിൽ ലാൻ എന്ന് പറഞ്ഞാൽ പല റേഞ്ചുകൾ, പല സ്ഥലങ്ങളിൽ, മാൻ പല റേഞ്ചുകളിൽ, പിന്നെ അങ്ങനെ ഓരോ പല റേഞ്ചുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റേഞ്ചുകൾ ഇത് ഓൾ അറൗണ്ട് നെറ്റ്വർക്ക് അങ്ങനെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ അഡ്വാൻറ്റേജ്. പൊതുവായിട്ട് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലാസ് പറഞ്ഞത്.